എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ നിഫ്റ്റി ഫ്ലാറ്റ് ഓപ്പണിങ്, അതിനുശേഷം ഇവിടെ നോക്കിയാൽ അറിയാം പ്രീവിയസ് ഡേ ലോയുടെ അടുത്ത് ഓപ്പണായ ആ ലോ കട്ട് ചെയ്തു വൺ സൈഡ് താഴോട്ട് തന്നെ പോയി. ലാസ്റ്റിൽ ചെറിയൊരു കവറിങ് വന്നു. ഇപ്പം നമ്മുടെ നിഫ്റ്റി 23,559 റേഞ്ചിലാണ് നിൽക്കുന്നത്. 200 EMAയുടെ ആ റേഞ്ച് ഇന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ അത് തന്നെയല്ല, നമ്മുടെ മാർക്കറ്റ് ഓൾ ടൈം ഹൈയുടെ അവിടെ നിന്ന് 10% കറക്ഷനുമായിട്ടുണ്ട്. ഇപ്പോൾ 10% നോർമൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റ് ഒരു കറക്ഷൻ റേഞ്ചിലോട്ട് പോകുന്നതായിട്ടാണ് നോർമൽ കാണിക്കാറുള്ളത്. അതിന് വലിയ മൂവ്മെൻറ്റ് പിന്നെ മാർക്കറ്റിൽ വരാൻ ചാൻസ് കുറവാണ്. എന്നാലും പർട്ടിക്കുലർ ഷെയർസിനകത്ത് മൂവ്മെൻറ്റ് വരും. പിന്നെ ഒരു സെക്ടറായിട്ട് ഹെവി ഒരു മൂവ്മെൻറ്റ് പെട്ടെന്ന് ഒരു സെക്ടറിലും വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ പർട്ടിക്കുലർ ഷെയറിനകത്ത് മൂവ്മെൻറ്റ് വരും. മാർക്കറ്റ് എത്ര താഴെ പോയാലും ആ സമയത്ത് ഓൾ ടൈം ഹൈ അടിക്കുന്ന ഷെയറുകൾ കാണും. അതുപോലെ മാർക്കറ്റ് എത്ര ഹൈയിൽ പോയാലും ആ സമയത്ത് ഓൾ ടൈം ലോ നിൽക്കുന്ന ഷെയറുകൾ കാണും. അപ്പോൾ നമ്മുടെ സെലക്ഷൻ്റെ ഒക്കെ അനുസരിച്ചിരിക്കും നല്ല നല്ല ഷെയറുകൾ. പക്ഷേങ്കിൽ ഇപ്പം നല്ല വാല്യുവേഷനിൽ കിടക്കുന്ന നല്ല നല്ല ഷെയറുകളുണ്ട്. അത് നമ്മൾ കുറച്ച് ആഡ് ചെയ്ത് ഇടുക. അത് ഫ്യൂച്ചറിൽ എല്ലാവർക്കും ഒരു ബെനിഫിറ്റ് ആവും. അപ്പോൾ നിഫ്റ്റി എനിക്ക് തോന്നുന്നത് നാളെ ഇത് കണ്ടില്ല, ഇവിടെ ലാസ്റ്റിലൊരു 10-15 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയൊരു അപ് ട്രെൻഡിലോട്ട് വന്നു. അതിന് ശേഷം അവിടെ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ നാളെ ഈ മാർക്കറ്റ് ഓപ്പണായി ഈ ലോയുടെ താഴെ വരികയോ അതിനുശേഷം ഈ ലോയുടെ അടുത്തെങ്ങാണമാണ് S1 എങ്കിൽ ആ രണ്ട് റേഞ്ചും വന്നിട്ട് തിരിച്ച് കയറിയാൽ നല്ലൊരു ബൗൺസ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എല്ലാവരും 200 EMA ടച്ച് ചെയ്തു. ഇനിയും വീണ്ടും നല്ലൊരു കറക്ഷൻ വരും. പക്ഷേങ്കിൽ ഇവിടുന്ന് കുറച്ചൊക്കെ കയറിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അപ്പം നാളെ മിക്കവാറും മാർക്കറ്റിലെ ആൾക്കാർ ഡൗണിൽ പോകുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവരെ ഒന്ന് പണി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റന്നാൾ മാർക്കറ്റ് അവധി വേണം. അപ്പം അതിൻ്റെ ദിവസത്തെ ഫ്രൈഡേയിലൂടെ ചേർത്ത് പണി തരും ഈ ഒരു ലെവലിൽ. അപ്പോൾ നാളെ മാർക്കറ്റ് ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഈ ലോ അടിച്ചതിന് ശേഷം തിരിച്ച് കയറുന്ന കണ്ടാൽ, അതല്ല S1 ഈ ലോയുടെ അടുത്തോ സപ്പോർട്ട് എടുക്കുന്ന കണ്ടാൽ ചിലപ്പോൾ നല്ലൊരു ബൗൺസ് ബാക്കിന് ചാൻസ് വരാം. നിഫ്റ്റി തന്നെ ഒരു 200-300 പോയിന്റിലോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നോക്കുന്ന ഒരു മാർക്കറ്റ് അതൊരു മനസ്സിൽ വെച്ചിട്ട് വേണം ട്രേഡിങ്ങിൽ ഇരിക്കാൻ. അതുപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നല്ലൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി പക്ഷേ ഒരു 10% കറക്ഷൻ വന്നെന്ന് തോന്നുന്നു. അതിൻ്റെ ഹൈ നോക്കട്ടെ. ഏകദേശം ഒരു 10% അടുത്ത് 9% മുകളിലായിട്ടുണ്ട്. അപ്പോൾ നാളെ ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും ഒരു പ്രാവശ്യം താഴോട്ട് ഇറക്കിയിട്ട് നിഫ്റ്റിയെ തിരിച്ച് കയറ്റുന്നത്. എന്തായാലും ശ്രദ്ധിക്കുക. ഈ ലെവലുകളിൽ നിന്നൊക്കെ മാർക്കറ്റ് ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു ഇതിലൊരു സപ്പോർട്ട് എടുത്ത് കയറിയിട്ടുണ്ട്. അതിന് ഇതിലെ ഇടയ്ക്കൊരു പ്രാവശ്യം മാത്രം ഒരടി നടന്ന് അതിന് താഴെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. താഴെ ക്ലോസ് ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം അത് വലിഞ്ഞ് കയറി. അതുപോലെ തന്നെ ഇവിടെയും നോക്കിയാൽ അറിയാം, താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നാളെ ചിലപ്പോൾ വലിഞ്ഞ് മുകളിലോട്ട് കയറാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം. പുട്ട് ഓപ്ഷൻ ചെയ്യുന്നവരും ആ ലെവലുകൾ വന്ന് സപ്പോർട്ട് എടുത്താൽ മാത്രം മതി. നമുക്ക് ചാൻസ് നോക്കിയാൽ മതി കോൾ ഓപ്ഷൻ എടുക്കുന്നതിനൊക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്ട് സെല്ലിൽ നമ്മൾ എടുത്തിരുന്ന ഷെയറുകൾ, ഇത്രയും ഷെയറുകൾ എടുത്തിരുന്നത്, അതിൽ ഈ 3 ഷെയർ വന്നിട്ട് ഹൈ ക്രോസ് ചെയ്തെങ്കിൽ ഒരു ബൈ ചാൻസ് തരാൻ ചാൻസ് ഉള്ള ഷെയർ. പക്ഷേ ഇത് ഒരു ഷെയർ, ഈ 3 ഷെയറും ഹൈ ക്രോസ് ചെയ്തിട്ടില്ല. ഇത് ഡൗണിൽ പോകണം. ഇന്നലത്തെ ലോ അതായത് 1293.90 ഇതിന് താഴെ പോകണമെങ്കിൽ നല്ല രീതിയിലൊരു ഡൗൺ ട്രെൻഡിന് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇതിപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം നോക്കാൻ തുടങ്ങിയിട്ട് അതിനകത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കാകുന്നുണ്ട്. അപ്പോൾ ഈ AC എന്ന് പറഞ്ഞ ഷെയർ 2 പേർ ഈ ലെവലിന് ഇതും ഹൈയിലാണ് ഓപ്പൺ വന്നത്. അതിന് ശേഷം ഇറങ്ങുമായിരുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാം. AC
ഇന്നലത്തെ ലോ 1293. അപ്പോൾ ഇതിൻ്റെ ഹൈ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടോട്ട് നോക്കിയാൽ മതി. ഓപ്പൺ ഹൈ, ഈ ക്യാൻഡലിലെ ഹൈ നോക്കിയാൽ 1299.65. ഓക്കെ, അവിടെ എടുത്തിട്ട് അത് താഴോട്ട് 93 താഴെ പോകുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം സെല്ല് ചെയ്യാം. സെല്ല് ചെയ്തിരുന്നെങ്കിൽ ആ റേഞ്ച് ചെയ്ത് 1292 93 റേഞ്ചിലൊക്കെ ചെയ്തിരുന്നെങ്കിൽ 1235 ആ റേഞ്ച് 30-28 ആ റേഞ്ചിലാണ് അത് ക്ലോസിങ് വരുന്നത്. ഓക്കെ, നമ്മൾ ആ നോക്കി ചെയ്താൽ നമുക്കതുപോലെ ചാൻസ് കിട്ടും. അതുപോലെ ബാക്കി ഇതിൽ വന്നിട്ട് യൂനോമിന്തോ എന്ന് പറയുന്ന ഒരു ഷെയർ മാത്രമാണ് നമുക്ക് കറക്റ്റ് ലെവൽ വന്ന് ചാൻസ് വന്നത്. ബാക്കിയുള്ള ഷെയറിനകത്ത് ഈ ആവറേജിന് താഴെ പോയി ചാൻസ് വന്ന ഷെയറിനായിരുന്നു. ഈ ഓറിയൻടെക് ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. ബാക്കി സാസ്കനും ഇതുപോലെ ആവറേജ് റേഞ്ചിൽ നിന്ന് ചാൻസ് ഉണ്ടായിരുന്നു. അത് ആ റേഞ്ചിൽ നിന്ന് നമുക്ക് കിട്ടിയുള്ളൂ. 2000-ന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ഒരു ചാൻസ് എടുക്കാം. അവിടെ എടുത്തവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ R1, R2, R3 കട്ട് ചെയ്തിട്ട് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന ഷെയർ ഈ യൂനോമിന്തോ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഷെയർ ജസ്റ്റ് ഒന്ന് നോക്കാം. യൂനോമിന്തോ ഇവിടെ നോക്കിയാൽ അറിയാം. ഈ ഒരു പച്ച ക്യാൻഡിൽ വന്നിട്ട് ഈ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ അടിച്ചു. R1 അടിച്ചിട്ടുണ്ട്. നമുക്കത് ഹൈഡ് ചെയ്യുമ്പോൾ കാണാം. CPR ഹൈഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. കണ്ടില്ലേ, ഈ ഹൈ ആണ് അടിച്ചത്. അപ്പോൾ പ്രീവിയസ് ഡേ ഹൈ R1 അടിച്ചു, R1-ന് മുകളിൽ പോയി തിരിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ ഈ 1024 റേഞ്ചിലൊക്കെ ഒരു എൻട്രി എടുത്താൽ 955 ആ റേഞ്ചിൽ തന്നെ 950 റേഞ്ചിൽ തന്നെ വൺ സൈഡ് താഴോട്ടേക്ക് പോകും. നല്ല ഹെവി പ്രോഫിറ്റ് ആ ഷെയറിനകത്ത് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പം വേറെ ഷെയറുകളൊന്നും കാര്യമായിട്ടില്ലായിരുന്നു ഇന്നലത്തെ. പക്ഷെ വേറെ നമ്മൾ മാർക്കറ്റ് ടൈമിൽ എടുത്ത ഷെയർസിനകത്തൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്ത ഷെയർസിനകത്ത് കുറവായിരുന്നു. അപ്പോൾ നാളത്തേനുള്ള ഷെയറുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നാളെയും വന്നിട്ട് ഈ ഭാരതി ഹെക്സ എന്ന് പറയുന്ന ഈ ഷെയർ, ഈ കളർ ചെയ്തേക്കുന്ന ഷെയർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ഭാരതി ഹെക്സ എന്ന് പറയുന്ന ഷെയർ ഈ ഹൈ അടിച്ചാൽ കുറച്ച് മുകളിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഹൈ അടിക്കുന്നത് നോക്കുക. ഹൈ അടിച്ചാൽ ഒരു പ്രാവശ്യം ബൈ ചെയ്താൽ ചിലപ്പോൾ നല്ല ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടിയെന്നിരിക്കും. ചിലപ്പം ഒരു 10-15 രൂപ കയറിയിട്ട് തിരിച്ചിറങ്ങും. എന്നാലും ആ ഒരു ഹൈ അടിച്ചു കഴിഞ്ഞാൽ ഒരു അപ്പ് മൂവ്മെൻറ്റിന് ചാൻസ് കൂടുതലാണ്. അതുപോലെ ഈ രണ്ട് ഷെയറിനകത്ത് ലോ അടിച്ചു കഴിഞ്ഞാൽ, ഇത് ക്ലോസിങ് 80-55 താഴെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നല്ല ഇറക്കം പ്രതീക്ഷിക്കുക ഷെയറിനകത്ത്. അതുപോലെ ആസ്റ്റർ ഡീമിനകത്തും ഈ 30-ന് താഴെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 32, 35, 36 ഓപ്പണായി. അത് ഇവിടെ നോക്കിയാൽ അറിയാം. അതിൻ്റെ ഈ CPR ലെവൽ നോക്കി, ഈ CPR ലെവലിൻ്റെ മുകളിലോട്ട് പോയിട്ട് തിരിച്ച് CPR ലെവലിൽ താഴെ ഇറങ്ങുമ്പോഴൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ ലോ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ചാൻസ് എടുക്കാം, സെല്ലിങ് ചാൻസ് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ നേരത്തെ തൊട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇങ്ങനെ ചാൻസ് കിട്ടുന്ന ഷെയർ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്ന് നോക്കി ചെയ്യുന്നവർക്ക് ചെയ്യാം. അല്ല ഇപ്പം എൻട്രി എടുത്ത് ഇപ്പം 430 എടുത്തു കഴിഞ്ഞാൽ 30-ന് താഴെ പോയി എൻട്രി എടുത്ത് നമ്മളൊരു 1% അല്ലെങ്കിൽ 1.5% റിസ്കേ എടുക്കാം. പക്ഷേ ഇപ്പം 430-ന് താഴോട്ട് 30, 29, 80 വരുമ്പോൾ സെല്ല് ചെയ്താൽ നമ്മൾ 400 ഈ ഒരു ലെവലിൻ്റെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. 435, 60 എന്നുള്ള സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ 380-ന് താഴെ പോയെങ്കിൽ നമ്മൾ ഈ ഒരു ലെവല് 387 ആ ലെവലിലോട്ടൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. പിന്നെ ബാക്കിയുള്ള ഈ ഷെയർസിനകത്ത് ഇപ്പോൾ ആൽക്കമിൻ്റെ റിസൾട്ട് വന്നു. സാധാരണ റിസൾട്ടാണ്, പക്ഷെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഇല്ല എന്ന ഒരു ഇതാണ് TV കാണിക്കുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഈ ഷെയർ നാളെ ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് പ്രതീക്ഷിക്കാം. ഹൈയോ R1 വേണമെങ്കിലും വരാം. എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് വരാം. അപ്പോൾ ആ സമയത്ത് ഈ ലെവലുകൾ വന്നിറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കുക. പക്ഷേങ്കിൽ 10-20 ഷെയർ അതിൽ കൂടുതലൊന്നും എടുക്കരുത്. ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും ഷെയറിനകത്ത്. അതുപോലെ PPL ഫാർമ ക്ലോസിങ് 259. ഈ ഷെയർ ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻറ്റ് വന്ന് ഈ ഹൈയോ
R1 അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ചാൻസാണ് താഴോട്ട് ഇറങ്ങാൻ. ഈ 2 ലെവലിന് താഴെ പോയെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. OIL എന്ന് പറയുന്ന ഷെയറിൻ്റെ ആവറേജ് ശ്രദ്ധിക്കുക. ആവറേജ് വന്നിട്ട് ഇറങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാം ഈ ഷെയർ. അതല്ല 600 R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. 600 മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ഈ ലെവൽ വന്നിട്ട് ഇറങ്ങാമെന്നെങ്കിലും നമുക്ക് ചാൻസ് എടുക്കാം. സുവൻ ഫാർമയ്ക്കകത്ത് എനിക്ക് തോന്നുന്ന ഒരു പ്രാവശ്യം 1300 അടിച്ചതിന് ശേഷം ഈ ലെവൽ കട്ടി 1300 ഇപ്പോൾ 1305 അടിച്ചിട്ട് 1300 താഴോട്ട് വരുവാണെങ്കിൽ നമ്മൾ 5 രൂപയുടെ റിസ്ക് എടുക്കാൻ പറ്റുന്നവർക്ക് അവിടെ എടുക്കുക. 5 രൂപയുടെ റിസ്ക് എടുത്തിട്ട് അത് ലെവലൊന്നും വന്നിട്ടല്ല, ആ ലെവലിൽ ഒരു 5 രൂപയുടെ റിസ്ക് എടുത്തിട്ട് 1300 താഴോട്ട് ഇറങ്ങുമ്പോൾ സെല്ല് ചെയ്യുക. അതല്ല നമ്മൾ ലെവലുകൾ നോക്കി ചെയ്യുന്നുള്ളെങ്കിൽ ഇപ്പോൾ 1290, 98 അല്ലെങ്കിൽ 1300 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്താൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതല്ല ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാം. പക്ഷേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ അധികം നേരം വെയിറ്റ് ചെയ്യരുത്. AVL എന്ന് പറയുന്ന ഷെയർ ഈ R2 ലെവലിൽ നിന്ന് എടുക്കുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരുന്നു. ബാക്കിയുള്ള ഏത് ലെവല് 79 ഒക്കെ ആണെങ്കിൽ 69 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ചെറിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ തന്നെ ബുക്ക് ചെയ്ത് മാറണം. വെൻമെഷീൻ എന്ന് പറയുന്ന ഷെയർ 277, അതായത് ഈ ഷെയർ R1 അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പ്രോഫിറ്റ് എടുക്കാം, സെല്ല് ചെയ്ത് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ദേവൈറ്റി എന്ന് പറയുന്ന ഈ ഷെയർ R1 റേഞ്ചിൽ പോയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 4-5 രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിക്കാം. അതല്ല ഈ ലെവലിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാം. പക്ഷേ ചിലപ്പോൾ 170 ആ റേഞ്ചിലോട്ടൊക്കെ വന്നിട്ട് കയറിപ്പോവും. അതല്ല ഈ ഷെയറിനകത്ത് നമുക്ക് ഓപ്പണിംഗ് ഒരു ഡൗണിൽ കിട്ടുവാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഈ 163 ആവറേജാണ്. അതിനടുത്ത് BC എന്ന് പറയുന്നത് 160. അപ്പോൾ 160 വന്നിട്ട് ഈ 163 മുകളിലോട്ട് കയറുവാണെങ്കിൽ ബൈ ചെയ്യാൻ പറ്റും ഈ ഷെയർ. ഓക്കെ, അപ്പോൾ ബൈ ചാൻസ് അങ്ങനെ ഓപ്പണിങ്, പക്ഷേ ഡൗൺ ഓപ്പണിങ് ആയിരിക്കണം. സ്വിഗ്ഗി എനിക്ക് തോന്നുന്നത് 500 ലെവലിൽ കയറാനൊരു ചാൻസ് ഉണ്ട്. ഏതായാലും ഇവിടം വരെ ഒന്നും സ്ഥിതിക്കാതെ ഒരു പ്രാവശ്യം 500 ലെവലിൽ കയറിപ്പോവും ചാൻസ് ഉണ്ട്. അപ്പോൾ 500 പോയിട്ട് ഇപ്പോൾ 505, 510 ഒക്കെ പോയിട്ട് 500 കട്ട് ചെയ്തായിട്ടിറങ്ങി അവിടെ സെല്ല് ചെയ്യുക. അതല്ല ഈ R1 വന്നിട്ട് ഇറങ്ങുന്ന കണ്ട അവിടെ സെല്ല് ചെയ്യാം. പക്ഷേ വെയിറ്റ് ചെയ്യരുത്. 5-6 രൂപ കിട്ടുമ്പോൾ ബുക്ക് ചെയ്ത് മാറുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നാളത്തെ ഷെയറിനെ പറ്റിയുള്ള കാര്യങ്ങൾ. നോക്കി ചെയ്യുക. റിസൾട്ടുകൾ വരുന്ന കുറേ ഷെയറുകളുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നല്ല ചാൻസുകൾ കിട്ടും. നമ്മളീ പറഞ്ഞ ഷെയറിനകത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചാൻസുകൾ കിട്ടുവാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റ് ഹോൾഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.